പിസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ രുചികരമായ ബ്രെഡ് പിസ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. രണ്ട് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ പൊടിയായി അരിഞ്ഞത്, ഒരു തക്കാളിയുടെ അകത്തുള്ള പൾപ്പൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യണം. പിന്നെ വേണ്ടത് വറ്റൽമുളക് ചതച്ചത്, നമുക്ക് ആവശ്യത്തിന് വേണ്ട ബ്രെഡ് പീസസ്, ചീസ് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് ബട്ടർ. സവാളയും തക്കാളിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ചീസ് ഷീറ്റ് വെക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ട് അതിന് മുകളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് ഒരുപാട് വേണമെന്നുള്ളവർക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്ക് ടൊമാറ്റോ സോസ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഇതിനുശേഷം ഫ്രൈയിങ് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ബ്രെഡ് പിസ്സ ആ ബട്ടറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടിയാണ്. ഇനി ബ്രെഡ് പിസ്സ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഇതുപോലെ ഫ്രൈയിങ് പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും ബട്ടർ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, സവാള എന്നിവ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് വേവിക്കണ്ട. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് ഒരുപാട് നിർബന്ധമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രെഡിലേക്ക് ബട്ടർ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിന് വേണ്ടി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് നമുക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. വീണ്ടും ബട്ടർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ബ്രെഡ് പിസ്സ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ. രണ്ട് രീതിയിൽ വളരെ രുചികരമായ ബ്രെഡ് പിസ്സ തയ്യാറായി.